നമസ്കാരം. 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ലോകായുക്ത മുമ്പാകെ മിയാവാക്കി മാതൃകാ വനപദ്ധതി നടപ്പാക്കുന്നതിലെ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം പല സമയത്തും നമ്മുടെ സുഹൃത്തുക്കൾ ഇത് കാണുന്നവരും പലരും എന്നോട് വ്യക്തിപരമായിട്ടും മെയിലിലൂടെയും ഒക്കെ നേരിട്ടും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നു എന്തായി ആ കേസെന്ന്. അപ്പോൾ അത് കുറിച്ച് വിശദമായിട്ടൊന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ലോകമെമ്പാടും മിയാവാക്കി മാതൃകാ വനവൽക്കരണം തുടങ്ങിയിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാനത് കഴിഞ്ഞ് അത് ഒരു 7-8 വർഷം മാത്രമേ ആയുള്ളൂ ഇത് പ്രാക്ടീസ് ആരംഭിച്ചിട്ട്. ഇതിപ്പോൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ ചെയ്യുന്നത് ഏതാണ്ട് സ്ക്വയർ മീറ്ററിന് അല്ലെങ്കിൽ 6000 രൂപ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 600 രൂപ എന്നുള്ള നിരക്കിലാണ് നഗരങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പരമാവധി ചിലവ് ചുരുക്കി ചെയ്യുമ്പോൾ പോലും ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 400 രൂപ അടുത്ത് ചിലവ് വരുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ വനത്തിന് വളർച്ചയുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 10 വർഷം കൊണ്ട് ഒരു 40 വർഷത്തെ വളർച്ച കിട്ടും, അല്ലെങ്കിൽ ഒരു 20-25 വർഷം കൊണ്ട് 100 വർഷത്തെ വളർച്ച കിട്ടും, 10 വർഷം കൊണ്ട് ഒരു 30 വർഷത്തെ വളർച്ച കിട്ടും. ഇതാണ് മിയാവാക്കി മാതൃകാ വനത്തിൻ്റെ പ്രത്യേകത. ഇത് 50 വർഷമായിട്ട് യോക്കോഹാമ യൂണിവേഴ്സിറ്റിയിലും നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷനുമൊക്കെ വിജയകരമായി പരീക്ഷിച്ച് ലോകമെമ്പാടുമായി 17 രാജ്യങ്ങളിൽ പരീക്ഷിച്ച് 4 കോടി മരങ്ങൾ നട്ടുപിടിപ്പിച്ച ശേഷമാണ് പ്രൊഫസർ മിയാവാക്കി തന്നെ അന്തരിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 4000 വനങ്ങൾ അദ്ദേഹം വെച്ചുപിടിപ്പിച്ചതായുണ്ട്. ഇതെല്ലാം ഇത്രയധികം സംഭവിച്ച ശേഷമാണ് കേരളത്തിലേക്ക് നമ്മൾ ഈ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുന്നത് പ്രൊഫസർ മിയാവാക്കിയുടെ തന്നെ ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് ആദ്യം ഇത് നമ്മളുടെ ചിലവിൽ തന്നെ ചെയ്തു നോക്കി. അതിനുശേഷം പ്രൊഫസർ മിയാവാക്കിയുടെ 2 ശിഷ്യർ, ഒരു 76 വയസ്സുള്ള പ്രൊഫസർ കെസിയുവും 75 വയസ്സുള്ള പ്രൊഫസർ ബോക്സും, വെച്ചാൽ പ്രായം പറയുന്ന അവരുടെ ആ എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടിയാണ്. അവരിവിടെ വന്ന് പ്രൊഫസർ മിയാവാക്കിയെ തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ വീഡിയോകൾ കാണിച്ചു. അതിനുശേഷം അവരിവിടെ വന്ന് കേരളത്തിലെ കാടുകളും ഈ സ്ഥലങ്ങളും ഒക്കെ കണ്ട് നമ്മൾ ഈ ചെയ്ത വനങ്ങളും ഒക്കെ കണ്ട് വളരെ സന്തുഷ്ടരായി നമുക്ക് ചില ഉപദേശങ്ങളൊക്കെ തന്ന് മടങ്ങിപ്പോവുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞാണ് ഇത് സർക്കാർ ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. കേരള ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിക് കൗൺസിൽ, ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന് പറയുന്ന നൂതന ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനമാണ് ആദ്യമായി ഇത് ഏറ്റെടുക്കുന്നത്. അവർ ചെയ്ത് തന്നെ സയൻറ്റിസ്റ്റുകളുടെ ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് വളരെ പ്രമുഖരായ സയൻറ്റിസ്റ്റുകളെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി ഉണ്ടാക്കി 1 വർഷത്തോളം പഠനം നടത്തിയ ശേഷമാണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ അവർ ഒരു അനുവാദം തരുന്നത്. ഞങ്ങളതനുസരിച്ച് 10 സ്ഥലങ്ങളിൽ ഇത് നടപ്പിലാക്കി. അതിൻ്റെ വളർച്ച കണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്വയം ഇത് പടരട്ടെ എന്നുള്ളതായിരുന്നു ഇന്നൊവേഷൻ കൗൺസിലിൻ്റെ നിർദ്ദേശം. അത് കഴിഞ്ഞപ്പോൾ കേരള ടൂറിസം വകുപ്പ് ഇത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒരു ആകർഷണമെന്നുള്ള നിലയ്ക്ക്, കാരണം നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഈ വനം കാണാനായിട്ട് പോകാൻ, ആക്ച്വൽ വനങ്ങളിലേക്ക് പോകാൻ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഈ വിദേശികൾ വരുന്നതൊക്കെ ഒരു ചെറിയ വനം ഇതൊരു ആകർഷണമാണ്, മിയാവാക്കി വനം. കാരണം പലരും മിയാവാക്കി വനത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ ഇവിടെ വന്ന ശേഷമാണ്. എസ്പെഷ്യലി ഈ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഇത് 5-6 വർഷം മുമ്പ് അത്ര പോപ്പുലറല്ല, ഇപ്പോഴും ആണെന്ന് തോന്നുന്നില്ല. എന്നാൽ ആഫ്രിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിലും നമ്മുടെ ഈ തെക്ക് കിഴക്കൻ ഏഷ്യയിലുമൊക്കെ ചൈനയിലും എല്ലാം ഇത് വളരെ പോപ്പുലറാണ്. അപ്പോൾ അങ്ങനെയാണ് ടൂറിസം വകുപ്പ് ഇതിനു വേണ്ടി ഒരു ടെൻഡർ വിളിക്കുകയും ഈ കോൺട്രാക്റ്റ് ഞങ്ങളും കൂടെ ഉൾപ്പെട്ട ഒരു കൺസോർഷ്യത്തിന് കിട്ടുകയും, അതും ഒരു വലിയ വിദഗ്ധ സമിതിയാണ് അതിലും തീരുമാനമെടുത്തത്. ഏതാണ്ട് 3-4 IAS ഉദ്യോഗസ്ഥർക്ക് പുറമെ ശാസ്ത്രജ്ഞർ 4-5 പേരുണ്ടായിരുന്നു, IFS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി, അദ്ദേഹം ബിസിനസ് കൺസൾട്ടൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം വെച്ചിരിക്കുന്നത്, അദ്ദേഹം ലോകായുക്തയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട ലോകായുക്തയോട് ഇതിൽ മുഴുവൻ അഴിമതിയാണ്, 20 സെൻറ്റ് സ്ഥലത്ത് കാട് വെക്കാൻ 3.25 കോടി രൂപ ചിലവാക്കി എന്ന മട്ടിലൊരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ 20 സെൻറ്റ് സ്ഥലത്ത് കാട് വെക്കാൻ 3 കോടി രൂപ ചിലവാക്കി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഏത് കോടതിയും അതിൽ അപ്പം തന്നെ നടപടി സ്വീകരിക്കും. കാരണം അത് വലിയൊരു അഴിമതി തന്നെയാണ്. 20 സെൻറ്റ് കാട് വെക്കാൻ 3 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് കോടതി അത് സ്വീകരിച്ചു. എതിർകക്ഷികളായ നമുക്കെല്ലാം നോട്ടീസ് അയച്ചു. നമ്മൾ മറുപടി ഫയൽ ചെയ്തപ്പോൾ ചൂണ്ടിക്കാണിച്ചു ഇത് തെറ്റാണ്. 20 സെൻറ്റ് വീതം 10 സ്ഥലത്ത്, അതായത് 200 സെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു 20 സെൻറ്റിന് വരുന്ന 32 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഇത് വാദിച്ചപ്പോൾ ഹർജിക്കാരൻ പറഞ്ഞത് അതൊരു കുത്ത് വിട്ടുപോയതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ. അപ്പോൾ എന്തായാലും കുത്ത് വിട്ടുപോയാലും കുത്ത് കൂടിപ്പോയാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി ഒരു ഹർജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ഉടനെ തള്ളിക്കളയാൻ പറ്റില്ല. കോടതിയെ സംബന്ധിച്ച് അതിൻ്റെ വിചാരണ പൂർത്തിയാക്കി അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ആ കേസ് തള്ളിക്കളയാൻ ആകൂ. പക്ഷേ ലോകായുക്ത ഒരു കാര്യം ചെയ്തു. ഈ കേസിൻ്റെ ഒരു പ്രാഥമിക വാദമൊക്കെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ലോകായുക്ത ഒരു ഉത്തരവിറക്കി. ഇതാണ് ആ ഉത്തരവ്. ഈ ഉത്തരവിൽ ഇത് 19-ാം തീയതി, ജനുവരി 19-ാം തീയതി 2023 ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ലോകായുക്ത പറഞ്ഞത്, there is no interim order preventing or staying the implementation of the project and the works in connection with the project. Hence it is clarified that the respondents may continue with the work subject to further orders to be passed in the case.
അതായത് ഈ കേസിൽ ഇനിയും ഉത്തരവുകൾ പാസ്സാക്കുന്നത് വരെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും കോടതി ഒരു ഉത്തരവും കോടതി പുറപ്പെടുവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ വർക്ക് തുടരാമെന്നാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും കോടതിയിൽ കേസ് വന്നതോടെ ഈ വർക്ക് നിശ്ചലമായി. പിന്നീട് ഈ വർക്കിൽ ഒന്നും നടന്നിട്ടില്ല കഴിഞ്ഞ 2 വർഷമായി. അപ്പോൾ ഇതിൻ്റെ അവസാനം ഈ കഴിഞ്ഞ 15-ാം തീയതി കോടതി ഇതിൽ വിധി പറഞ്ഞു. 26-ാം തീയതി ആ ജഡ്ജ്മെൻറ്റും പുറപ്പെടുവിച്ചു. ആ ജഡ്ജ്മെൻറ്റിൽ കോടതി 36 പേജുള്ള ജഡ്ജ്മെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കോടതി വളരെ വിശദമായിട്ട് കേട്ട് 2 വർഷത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി പറഞ്ഞ ഇതാണ്: വി ഡു നോട്ട് ഫൈൻഡ് എനിത്തിങ് റോങ് വിത്ത് ദ സെലക്ഷൻ മെയ്ഡ് ബൈ ദ ടെക്നിക്കൽ കമ്മിറ്റി. ഇതിലെ സാങ്കേതിക കമ്മിറ്റി തിരഞ്ഞെടുത്തതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. ഈ കോൺട്രാക്റ്റിന് ഈ പറഞ്ഞ കൊടുക്കുന്ന കക്ഷികളെ തിരഞ്ഞെടുത്തതിൽ. ഫോർ ദ റീസൺ സ്റ്റേറ്റഡ് അബോവ് വി ഹോൾഡ് ദാറ്റ് ദിസ് കംപ്ലയിൻറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് മെറിറ്റ് ആൻഡ് ദാറ്റ് ദ കംപ്ലയിനൻറ്റ് ഹാസ് നോട്ട് സബ്സ്റ്റാൻഷിയേറ്റഡ് ദ അലിഗേഷൻസ് റേസ്ഡ് ഇൻ ദ കംപ്ലയിൻറ്റ്. ഹെൻസ് ദ കംപ്ലയിൻറ്റ് ഈസ് ഡിസ്മിസ്ഡ്. അതായത് ഈ ഹർജിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങളിലൊന്നും തന്നെ മെറിറ്റ് ഉള്ളതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു ആരോപണവും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പരാതി തള്ളിക്കളയുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട ലോകായുക്ത അങ്ങനൊരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചതുകൊണ്ട് മിയാവാക്കി മാതൃകയെക്കുറിച്ചുണ്ടായിരുന്ന അബദ്ധധാരണകൾ, കാരണം വളരെ വിശദമായിട്ട് കോടതി ഇതിൽ എന്താണ് മിയാവാക്കി മാതൃക, എന്താണ് പച്ചത്തുരുത്തെന്നും, എങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത്, എന്താണ് QCB സെലക്ഷൻ എന്നും, ടെക്നിക്കൽ ബിഡ് എന്താണെന്നും, മറ്റേ ഫിനാൻഷ്യൽ ബിഡ് എന്താണെന്നും, QCBS എന്താണെന്നും ഒക്കെ വളരെ വിശദമായിട്ട് ഒരു ടെൻഡറിനെ കുറിച്ച് ഇതിലും മനോഹരമായ ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ വിശദീകരിച്ചുകൊണ്ട് പഠനം നടത്തി തന്നെയാണ് ബഹുമാനപ്പെട്ട ലോകായുക്ത ഈ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മിയാവാക്കി മാതൃക വനവൽക്കരണ പ്രവർത്തനം ഏതാണ്ട് തടസ്സപ്പെട്ടു, സർക്കാർ തലത്തിലുള്ള ഏതാണ്ട് തടസ്സപ്പെട്ടു എന്ന് പറയാം. ഇപ്പോൾ ആരും അതിന് മെനക്കെടുന്നില്ല. എങ്ങും മിയാവാക്കി വനം വെക്കാൻ ഒരു സർക്കാർ വകുപ്പും തയ്യാറാകുന്നതായി കഴിഞ്ഞ 2 വർഷത്തിനിടെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇതേ സമയത്ത് ഗുജറാത്തിൽ വളരെ വലിയൊരു മിയാവാക്കി മാതൃകാ വനം അവിടുത്തെ സർക്കാർ സർദാർ സരോവർ പട്ടേൽ പ്രതിമയ്ക്കൊപ്പം അവിടെ എവിടെയോ അതിനടുത്ത് എവിടെയോ സ്ഥാപിക്കുകയും അത് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറുകയും ചെയ്തു. ഇതുപോലെ രാജസ്ഥാനിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. ഒറീസ സർക്കാരുമായിട്ട് ഒറീസയിൽ ചില ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും ചില സ്വകാര്യ ട്രസ്റ്റുകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ അവിടെ കുറേ അധികം വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് വ്യാപകമായി മിയാവാക്കി മാതൃക വനവൽക്കരണം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനുള്ളിൽ അത് ഏതാണ്ട് നിശ്ചലമായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഇപ്പോൾ എനിക്കിതിൽ ഈ പരാതിക്കാരനോട് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയില്ല. കാരണം ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിന് അദ്ദേഹം പൊതുപ്രവർത്തകനല്ല, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനല്ല, ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇതിൽ കാണിച്ച ഒരു അബദ്ധം അല്ലെങ്കിൽ കാണിച്ച ഒരു തെറ്റ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണ് വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം, ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം അതിലെ ആ മാധ്യമത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ രേഖകളെല്ലാം അവരുടെ പത്രാധിപർക്കും അവരുടെ പ്രധാനപ്പെട്ട ആളുകൾക്കും അയച്ചു കൊടുത്തു. അപ്പോൾ അത് ഒന്നും തിരുത്ത് പ്രസിദ്ധീകരിച്ചില്ല. തുടർന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ കുറേ സ്നേഹിതർക്കും പുറത്ത് ജോലി ചെയ്യുന്നവർക്കും പണ്ട് ജോലി ചെയ്യുന്നവർക്കും അയച്ചപ്പോൾ എന്നോട് അവിടുത്തെ ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, നിങ്ങളിത് ഇങ്ങനെ ആർക്കും അയക്കരുത്, കാരണം ഇത് വളരെ പാരമ്പര്യമുള്ളൊരു പത്രമാണ്. ആ പത്രം അവിടെ ഇപ്പോൾ നമ്മളൊരു കൊന്നത്തെങ്ങിൽ 2 പേട്ടുതേങ്ങ ഉണ്ടെന്ന് വെച്ച് നമ്മൾ ആ കൊന്നത്തെങ്ങ് വെട്ടിക്കളയുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ജേർണലിസ്റ്റ് എന്തെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി, അതായത് ഈ മിയാവാക്കി മാതൃകയിൽ വൻ അഴിമതിയാണെന്ന് ഈ കുത്തുവിട്ടുപോയെന്ന് പറയുന്ന 3.25 കോടി എന്നുള്ള വാർത്ത ഒരു കളറുള്ള, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നീല നിറത്തിലുള്ള ഹെഡ്ലൈനുമായിട്ട് എല്ലാ എഡീഷനിലും പ്രസിദ്ധീകരിക്കുകയാണ്. ഇപ്പോൾ ഈ വാർത്ത വന്നു കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമാകുന്നു. പത്രം ഇതുവരെ തിരുത്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പത്രം തിരുത്ത് പോട്ടെ, ഇങ്ങനെ ഒരു കോടതി വിധിച്ചു എന്ന് പോലും പറയുന്നില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയണ്ട, കോടതി ഇങ്ങനെ വിധിച്ചു എന്ന് പറയാമല്ലോ, അതും പറയുന്നില്ല. അപ്പോൾ അത് നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിയാണ്. അതേസമയം തന്നെ മലയാള മനോരമയുടെ ലേഖനായ ശ്രീ ജയൻ മേനോൻ, അദ്ദേഹത്തിന് ഈ വാർത്തകൾ മുഴുവൻ കിട്ടി, ഈ ആരോപണങ്ങൾ മുഴുവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണ വിധേയരായ ഓരോരുത്തരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഈ പറഞ്ഞ രേഖകളെല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് അതിൽ ചില കാര്യങ്ങൾ വീണ്ടും സംശയം ഉണ്ടാകുന്ന വീണ്ടും ചോദിച്ചു. അത് ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം അതിലൊരു വരി പോലും പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ അങ്ങനെയും ഒരു വശം സംഭവിച്ചു, ഇങ്ങനെയും സംഭവിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പത്രങ്ങൾ നിൽക്കുന്നത്, കുടിവെള്ളം വർദ്ധിപ്പിക്കാനാണ്, ചെടി നടാനാണ്, വിത്ത് മണ്ണിൽ ഇടാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വരുമ്പോൾ ശരിക്കും പരിസ്ഥിതിക്ക് ഏറ്റവും അനുകൂലമായ അല്ലെ അനുയോജ്യമായ പദ്ധതികളെ തകർക്കുന്നതും ഈ തെറ്റായ മാധ്യമപ്രവർത്തനത്തിലൂടെയാണ്. അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഭാവിയിലെങ്കിലും, കാരണം ഇപ്പോൾ ഈ പത്രങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പല കാര്യങ്ങളും പുറത്ത് ചർച്ച ചെയ്യാനും കൊണ്ടുവരാനും ഒക്കെ കഴിയും. എങ്കിലും ഈ പരിസ്ഥിതി ഇതുപോലുള്ള കാര്യങ്ങളിൽ വലിയ അഴിമതി വാർത്തകളൊക്കെ കാണുമ്പോൾ ഞെട്ടുന്ന വായനക്കാരോട് ഇതിൻ്റെ പുറകുവശത്തെ സത്യം എന്താണെന്ന് അന്വേഷിച്ച ശേഷം മാത്രമേ ഞെട്ടാവൂ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഈ കേസിൻ്റെ നടത്തിപ്പിൽ
ഇത് വളരെ സങ്കീർണമായ ഒരു കേസായിരുന്നു. കാരണം പല വിഷയങ്ങൾ കൂട്ടിക്കുഴച്ചാണ് ഈ കേസ് വന്നത്. അതിലൊരു വിഷയം ഇത് കെ ഡിസ്ക് അനുവദിച്ചു തന്ന പ്രോജക്റ്റുകളാണ്, വേറൊന്ന് ടൂറിസം അനുവദിച്ച പ്രോജക്റ്റുകളാണ്, പിന്നൊന്ന് ടൂറിസം ഈ ഏജൻസിയെ തിരഞ്ഞെടുത്ത രീതിയാണ്. അതിൽ ഏതാണ്ട് 8-9 ശാസ്ത്രജ്ഞന്മാരും IAS IFS ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇൻറ്റഗ്രിറ്റി, അതുപോലെ തന്നെ ഇതിലെ QCBS ക്വാളിറ്റി കോസ്റ്റ് ബേസ്ഡ് സെലക്ഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സെലക്ഷൻ മാതൃകയുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ നിർദ്ദേശിക്കുന്ന രീതിയാണത്. അപ്പോൾ ആ രീതി തെറ്റാണ്. ഇങ്ങനെ തുടങ്ങി കുറേ അധികം പ്രശ്നങ്ങൾ കോടതിയുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കേസായിരുന്നത്. അപ്പോൾ ഈ കേസിൽ ഈ വിഷയങ്ങൾ മുഴുവൻ വളരെ അവധാനതയോടെ പഠിച്ച് കേസ് പ്രസൻറ്റ് ചെയ്ത അഭിഭാഷകരോട് സത്യത്തിൽ അവരെ അഭിനന്ദിക്കില്ല, അവരോട് വളരെ കടപ്പാടും നന്ദിയുമാണ് പറയേണ്ടത്. ഇതിൽ ഞങ്ങൾക്ക് വേണ്ടി ഹാജരായത് ലോകായുക്ത അഭിഭാഷക സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് NS ലാലായിരുന്നു. അദ്ദേഹം വളരെ വിശദമായി എന്താണ് മിയാവാക്കി മാതൃക, എന്താണ് QCBS സിസ്റ്റം, എന്താണ് ഇതും പച്ചത്തുരുത്തും തമ്മിലുള്ള വ്യത്യാസം, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് വളരെ ഭംഗിയായി ഇത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഹാജരായ മറ്റൊരു അഭിഭാഷകൻ ശ്രീ ബാബു പോത്തൻകോട് എന്ന അഭിഭാഷകനാണ്. അദ്ദേഹവും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് എന്താണ് ഈ കേസിൻ്റെ ഉള്ളടക്കം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനങ്ങൾ നടത്തിയ ശേഷമാണത് പ്രസൻറ്റ് ചെയ്തത്. മറ്റൊരാൾ നമ്മുടെ ഗവൺമെൻറ് പ്ലീഡറാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിശ്ചയമില്ല, സർക്കാരിന് വേണ്ടി ഹാജരായതും സർക്കാരിനെ ഡിഫെൻഡ് ചെയ്തതും അദ്ദേഹമാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടായി. അത് നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് ആരും അറിഞ്ഞുമില്ല. സ്കോച്ച് അവാർഡ് എന്ന പേരിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ ഒരു ഗവേണൻസ് അവാർഡുണ്ട്. അത് വളരെ പ്രശസ്തമായ ഒരു അവാർഡാണ്. പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ നേരിട്ട് പോയി അത് വാങ്ങാറുണ്ട്. കേരളത്തിന് ഈ വർഷം ഈ സ്കോച്ച് അവാർഡ് ലഭിച്ചത് കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ മിയാവാക്കി പദ്ധതി നടപ്പിലാക്കിയതിനാണ്. ഒക്ടോബർ 31 അവാർഡ് കിട്ടിയത്. ഇവിടുത്തെ ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തില്ല. വളരെ പ്രശസ്തമായ ഒരു അവാർഡാണ്. ഗവേണൻസ് അവാർഡ് കിട്ടി എന്നുള്ള സംഗതി അത് കേരളത്തിൽ നിന്നും കെ ഡിസ്കിൻ്റെ ഭാരവാഹികൾ അത് പോയി വാങ്ങുകയും ചെയ്തു. കേസ് നടന്നിരുന്ന സമയത്ത് കേരളത്തിലെ മിയാവാക്കി പരിപാടികളെല്ലാം തന്നെ ഏതാണ്ട് സർക്കാർ തലത്തിലുള്ള മിയാവാക്കി പരിപാടികളെല്ലാം നിർത്തിവെക്കേണ്ടി വന്നു. എങ്കിലും പൊതുജനങ്ങൾ പബ്ലിക്കിൻ്റെ ആവശ്യത്തിനായിട്ട് പല സ്ഥലത്തും നമ്മൾ കാർഡ് വെക്കാനുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അസറ്റ് ഹോം പോലെയുള്ള ചില ബിൽഡേഴ്സ് അവരുടെ പുതിയ ഫ്ലാറ്റുകളുടെ മുറ്റത്ത് നല്ല രീതിയിൽ മിയാവാക്കി മാതൃകയിൽ വനം തീർക്കുകയുണ്ടായി. ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായാൽ കേരളത്തിൽ ഇത് ചെയ്യാനുള്ളൊരു അവസരം നഷ്ടപ്പെട്ടതിനാൽ കേരളത്തിന് പുറത്ത് ശ്രമിക്കുകയും കുറേ അധികം സ്ഥലങ്ങളിൽ ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുകയും ചെയ്തു. ഇപ്പോൾ തമിഴ്നാട്ടിലെ കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റ് വലിയ മിയാവാക്കി ഫോറസ്റ്റ് അവിടെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ തുംകൂറിൽ കർണാടകത്തിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിന് മുമ്പിൽ ഒരു കാർഡ് വെച്ച് പിടിപ്പിക്കാൻ പറ്റി. അബുദാബിയിൽ സീമെൻസിൻ്റെ മസ്ദ സിറ്റിയിൽ സസ്റ്റൈനബിൾ സിറ്റിയിൽ സീമെൻസിൻ്റെ ഓഫീസിന് എതിർവശത്തായിട്ട് ഒരു മിയാവാക്കി മാതൃക വനം വെച്ച് പിടിപ്പിക്കാൻ പറ്റി. ഒഡീസയിലും മഹാരാഷ്ട്രയിലും 2 വനങ്ങളുടെ ഏതാണ്ട് നിർമ്മാണത്തിൻ്റെ ചർച്ച, അതുപോലെ ഹൈദരാബാദിലും ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത് ചെയ്യാൻ ഒരു താൽക്കാലിക തടസ്സം വന്നതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് പുറത്ത് ഉള്ള ധാരാളം ഓപ്പർച്യൂണിറ്റികൾ കുറിച്ച് അന്വേഷിക്കുവാനും അത് ഉപയോഗിക്കുവാനും പറ്റി എന്നുള്ള കാര്യം സന്തോഷം തന്നെയാണ്.